ഹായ് ഗൈസ്, ബിഗ് ബോസ് ഫസ്റ്റ് റൗണ്ട് സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പാസ്സായ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ സെക്കൻഡ് റൗണ്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് അവർ തന്ന ടാസ്ക് ഒരു ഓൺലൈൻ സൂം മീറ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് റൗണ്ട് പ്രോസസ്സ് അതിനകത്ത് അവരെന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ടാണ് ആ സൂം മീറ്റിംഗ് തുടങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞത്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ അത് മൈജി പോയിട്ട് അവിടെ നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇതിനകത്ത് സൂം മീറ്റിംഗ് വഴി ഒരു ലൈവ് ഓൺലൈൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവർക്കായി ഞാൻ ഇവിടെ ടാഗ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ. ഈ വീഡിയോയുടെ താഴെയായിട്ട് അത് കാണാം. കണ്ടിട്ടില്ലാത്തവർ ദയവായി കാണുക. കണ്ടിട്ട് ഫസ്റ്റ് റൗണ്ട് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് വീഡിയോയിൽ ഞാൻ അതേ കാര്യങ്ങൾ തന്നെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ റിപ്പീറ്റ് ചെയ്തത്. പക്ഷേ എനിക്കൊരു കുഴപ്പം പറ്റിയെന്നല്ല അവർ റെസ്പോണ്ട് ചെയ്തത്. അതിനകത്ത് മാഡം റെസ്പോണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഡാർക്കാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഡാർക്കാണ്. ആ ഡാർക്ക്നെസ് മാറ്റുകയാണ് എൻ്റെ ലക്ഷ്യം. അതിലേക്കുള്ളൊരു മാർഗ്ഗമാണ് ബിഗ് ബോസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരുടെ ഈഗോ ഹേർട്ട് ആയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ഈവൻ അവരും അതിൻ്റെയൊക്കെ പരിച്ഛേദം തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പലതും എന്നെനിക്ക് തോന്നി. അതിൻ്റെ ഒരു ഈഗോ ഹേർട്ടായി. അവരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഞാൻ ടോട്ടലി പറഞ്ഞ പല കാര്യങ്ങളിലും അവരുൾപ്പെടെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഈഗോ ഹേർട്ടായിരിക്കാം എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അറിയില്ല, റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ടാഗ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ആ വീഡിയോ പോയി കാണുക.